2 ദിവസം മുന്നേ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണോന്നറിയില്ല ഒരു പേജില് അറിയാതെ കയറിപ്പോയി. അങ്ങനെ ആ പേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരുപാട് നല്ല കഥകളും ഒരുപാട് നല്ല കോഡ്സ് ഒക്കെ ഉള്ള ഒരു പേജാണ്. അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി അതിലെങ്ങനെ പേജുകളും ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അതിലൊരു സ്റ്റോറി വല്ലാതെ എന്നെ ടച്ച് ചെയ്തു. ആ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ ഒരു കുളത്തിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് അദ്ദേഹത്തെക്കാൾ കുറഞ്ഞ ഒരു മധ്യവയസ്കനായിട്ടുള്ള ആളിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കുളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് കുളത്തിലൊരു തേള് ഇങ്ങനെ കരയിൽ നിന്ന് വന്ന് അത് കുളത്തിലെ വെള്ളത്തിൽ പെട്ടുപോയി. അങ്ങനെ അദ്ദേഹം ആ വയസ്സായിട്ടുള്ള ആൾ ഒന്നും ആലോചിക്കാതെ കുളത്തിലേക്ക് തന്റെ വിരല് വെച്ചു കൊടുത്ത് തേളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ സമയം വെച്ചു, തേള് കുത്തി, അദ്ദേഹത്തിന് വേദനിച്ചു, അദ്ദേഹം കൈ വീണ്ടും എടുത്തു. ഇതൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ തുടർന്നപ്പോ അവിടുന്ന് കാഴ്ചക്കാരനായി നോക്കി നിന്ന ആ മധ്യവയസ്കനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? തേള് എന്തായാലും കുത്തും, നിങ്ങൾ പിന്നെ എന്തിനാണ് അതിനെ രക്ഷിക്കാൻ നിൽക്കുന്നത്? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം വീണ്ടും വിരല് വെച്ചു. അങ്ങനെ ഒടുവിൽ അവസാനത്തെ പരിശ്രമത്തിനൊടുവിൽ തേളിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ തേളിന്റെ പാട്ടിന് പോയി. അവസാനം ആ തേളിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള അതേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. എന്റെ സുഹൃത്ത് എന്നെ തല്ലി എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് തല്ലേണ്ടതുണ്ടോ? അവൻ എന്നോട് മിണ്ടാതിരുന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോട് മിണ്ടാതെ നടക്കണോ? അതൊന്നുമല്ല. മറ്റുള്ളവരിടുന്ന സ്വിച്ചിനൊക്കെ നമ്മൾ കത്താതെ നിൽക്കുക.